വൈകല്യങ്ങൾ മറന്ന് സേവനങ്ങൾക്ക് ഇറങ്ങിയിരിക്കുകയാണ് വിഷ്ണു നമ്പൂതിരി. ഇതിന്റെ ഭാഗമായി എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ അംഗീകാരവും തേടിയെത്തി. ചെങ്ങമനാട് പഞ്ചായത്തിലെ തുരുത്ത് വാർഡിലെ പറയക്കാട്ട് മനയിലെ വിഷ്ണു നമ്പൂതിരിക്കാണ് സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായി മുച്ചക്ര വാഹനം നൽകിയത്. വർഷങ്ങളായി നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം കണ്ടെത്താൻ ഓടി നടക്കുമ്പോൾ ജന്മനയുള്ള കാലിന്റെ വൈകല്യം വിഷ്ണു നമ്പൂതിരിക്ക് തടസ്സമാകുന്നില്ല. നാട്ടുകാരുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം തേടി കാലിലെ വൈകല്യം തടസ്സമാകാതെ തലസ്ഥാനത്ത് മന്ത്രിമന്ദിരങ്ങളിലും സർക്കാർ ഓഫീസുകളിൽ വരെ എത്തി വിഷ്ണു നമ്പൂതിരി പരിഹാരം കണ്ടെത്തുന്നുണ്ട്. ഒടുവിൽ പെരിയാർ ചുറ്റപ്പെട്ട തുരുത്തിലെ സഞ്ചാര പ്രശ്നത്തിന് പരിഹാരമായി തൂക്കുപാലം നിർമ്മിക്കണമെന്ന ആവശ്യവുമായാണ് വിഷ്ണു രംഗത്ത് വന്നത്. അതിനായി ബന്ധപ്പെട്ട അധികാരികൾക്ക് നിരവധി തവണ അദ്ദേഹം നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു നടപ്പാത പാലത്തിന് വേണ്ടിയിട്ടാണ്, യാത്രാ സൗകര്യത്തിന് വേണ്ടി ഞങ്ങളിവിടെ പൊറയാറിലേക്ക് കടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അത് PWD കടത്തായിരുന്നു. കഴിഞ്ഞപ്പോൾ 4-5 മാസം മുമ്പ് അത് നിലച്ചു. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഒരു സ്ഥിരമായിട്ടൊരു പാലം വേണം എന്നുള്ള ആവശ്യമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് പേര് കൂടിയിട്ടാണ് 2008 അന്നത്തെ MP കണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു തൂക്കുപാലം നിർമ്മിക്കാൻ MP ഫണ്ട് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. ഞങ്ങളതിനുവേണ്ടി നാട്ടുകാരെല്ലാവരും കൂടി കുറച്ച് ഒപ്പ് ശേഖരിച്ച് അദ്ദേഹത്തിന് കൊടുക്കുകയും ഒക്കെ ചെയ്തെങ്കിലും പക്ഷേ അന്നത്തെ ഭരണസമിതി ഇതിന് യാതൊരു നടപടി എടുത്തില്ല. MP ചെന്ന് കാണുമ്പോൾ അദ്ദേഹം പറയും ഉടനെ തന്നെ നടപടി ഒരു റഫ് എസ്റ്റിമേറ്റ് എടുത്ത് തന്നു കഴിഞ്ഞാൽ ഞാൻ MP ഫണ്ട് അനുവദിക്കാം എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ത്രിതല പഞ്ചായത്തുകളിലും ഒക്കെ സമീപിച്ചു. ഒന്നും അതിന് നടപടി എടുത്തില്ല എന്നുള്ളതിലാണ് നിന്നത്. പിന്നീട് ഭരണം മാറിക്കഴിഞ്ഞ സമയത്ത് വീണ്ടും അതേ ആവശ്യമായിട്ട് ഉന്നയിച്ചു. അതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നമ്മുടെ അൻവർ സാദത്ത് MLA ആണ്. ഏറ്റവും ഒടുവിൽ ഇത് സംബന്ധമായി അൻവർ സാദത്ത് MLAയ്ക്കും നിവേദനം സമർപ്പിച്ചു. വികലാംഗനായ വിഷ്ണുവിന്റെ സാമൂഹിക പ്രതിബദ്ധത മനസ്സിലാക്കി MLA പ്രത്യേകം താല്പര്യമെടുത്ത് തൂക്കുപാലത്തിന് ഫണ്ട് അനുവദിക്കുകയായിരുന്നു. ഫണ്ട് അനുവദിക്കാനിടയാക്കിയതിൽ വിഷ്ണുവിന്റെ പങ്ക് MLA പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വാർത്തകളും വന്നിരുന്നു. അതിനിടയിലാണ് വിഷ്ണുവിന്റെ വൈകല്യത്തിന് സാന്ത്വനമേകാൻ ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം MJ ജോമിയുടെ ശ്രമഫലമായാണ് മുച്ചക്ര വാഹനം അനുവദിച്ചത്. അൻവർ സാദത്ത് MLA ആണ് വാഹനം കൈമാറിയത്. അവിവാഹിതനായ വിഷ്ണു സഹോദരിയോടൊപ്പമാണ് വീട്ടിൽ കഴിയുന്നത്. വാഹനം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ ആണ് ഇങ്ങനൊരു ആശയം മുഖ്യമന്ത്രി പറയുകയുണ്ടായത്. വികലാംഗർക്ക് മുച്ചക്ര വാഹനം കൊടുക്കണം എന്നുള്ള ആശയം പറഞ്ഞു. അതിന് സർക്കാരിന് അതിനുള്ള ഫണ്ടില്ല. സന്നദ്ധ സംഘടനകൾക്കോ ജില്ലാ പഞ്ചായത്തിനോ ഒക്കെ ഇത് ഏറ്റെടുക്കാവുന്നതാണ് എന്ന് ആദ്യ വർഷത്തിൽ തന്നെ പറയുകയുണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൽദോസ് കുന്നപ്പള്ളി ആ ദൗത്യം ഏറ്റെടുക്കുകയും കഴിഞ്ഞ വർഷം 18 പേർക്കാണ് ഈ വാഹനം കൊടുത്തത്. നാട്ടുകാർക്ക് വേണ്ടി തന്നാലാവുന്ന സേവനം നൽകുമ്പോഴാണ് ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകുന്നതെന്നാണ് വിഷ്ണു പറയുന്നത്. മരിക്കുവോളം ഇത്തരത്തിൽ ചെറിയ തോതിലാണെങ്കിലും നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും അതിനായി ദൈവത്തോട് പതിവായി പ്രാർത്ഥിക്കാറുണ്ടെന്നും അപ്പോൾ വൈകല്യം ഒരു പ്രശ്നമായി തോന്നാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു.